ഹായ്, ഞാൻ രാജി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കുന്ന എല്ലാ ഫെർട്ടിലൈസറുകളും അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ കെയറും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓർക്കിഡ് ചെടികളൊക്കെ പുതുതായിട്ട് വാങ്ങി വളർത്തുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ആവാനായിട്ടുള്ള ഒരുപാട് ഫെർട്ടിലൈസറുകളുണ്ട്. അതൊക്കെ നിങ്ങളുടെ പ്ലാന്റ്സിന് ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും തോടാണ്. ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ശേഷം അതിൽ 4 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് നല്ല വില കൂടിയ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറുകളും നമ്മൾ വാങ്ങി നമ്മളെ പ്ലാന്റ്സിന് കൊടുക്കേണ്ടതില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമ്മളെ ചെടികൾക്ക്. ഈ ഒരു വളം നമ്മുടെ എല്ലാ ചെടികളുടെയും ചുവട്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇലയും അതുപോലെ വേരും എല്ലാം നല്ല രീതിയിൽ നനയുന്ന രീതിയിൽ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വെച്ച് നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാം. പിന്നെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ മാറി മാറി കൊടുക്കാൻ ശ്രമിക്കുക. ഇന്നിപ്പോൾ ഈ ഒരു വളമാണ് കൊടുത്തതെങ്കിൽ അടുത്ത ആഴ്ച മറ്റൊരു വളമായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ പല രീതിയിലുള്ള വളങ്ങൾ നമ്മൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കും കിട്ടും. ഇപ്പോൾ എൻ്റെ ഓർക്കിഡിലൊക്കെ വളരെ പൂക്കൾ കുറവായിരുന്നു. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ മിക്ക പ്ലാന്റ്സിലും ഇപ്പോൾ ബഡ്ഡുകളും പൂക്കളും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ പലരും ഇതുപോലെ പ്ലാന്റ്സുകൾ വാങ്ങി വെച്ചിട്ട് പൂക്കളുണ്ടാകാറില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള രീതികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എപ്പോഴും ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ കൊടുക്കുന്നത് തന്നെയാണ് നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെയും നല്ല റൂട്ടുകളൊക്കെ വന്ന് വളരാനും ഏറ്റവും നല്ലത്. ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കെയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാവരുടെയും ചെടികളിൽ മൊട്ടുകളും പൂക്കളും ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ പ്ലാന്റ്സുകളും കെയർ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫ്ലവർ നിങ്ങളുടെ ചെടികളിലും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.